അഭിജിത്ത് മുഴക്കുന്ന പാളയം മാർക്കറ്റിലാണ്. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. അഭിലാഷ് ഒരു കടയിൽ കയറിയാൽ ആന കരിമ്പിൽക്കാട്ട് കയറിയ പോലെ ഇറങ്ങുന്നില്ല. അഭിജിത്ത് ഇപ്പോൾ എവിടെയാണ്? സുജയ, പാളയം മാർക്കറ്റിലാണുള്ളത്. നമുക്കറിയാം, ഓണത്തിന് ഈ ഓണക്കോടിയും പൂക്കളവും മാത്രമല്ല, ഉച്ചയ്ക്കൊരു സദ്യ ഇല്ലെങ്കിൽ ഓണം പൂർണ്ണമായില്ല. അതായത് നല്ലൊരു സദ്യ, എല്ലാം 10-20 കൂട്ടം കറികളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സദ്യ വേണമെങ്കിൽ നമുക്ക് അതിന് കണക്കായി സാധനങ്ങളൊക്കെ വാങ്ങണം. പാളയം മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഇത്തവണ ഈ കടക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് വലിയ വിലയില്ല എന്നുള്ളതാണ്. അതായത് ഓണത്തിന് ഈ പച്ചക്കറിക്കൊക്കെ വലിയ വിലയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നല്ല സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകാം. ഒരുവിധം എല്ലാത്തരം വിഭവങ്ങളും നമ്മുടെ ഈ ഇലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. സാമ്പാറിലൊക്കെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാകും എന്നുള്ളത് ചുരുക്കം. എങ്ങനെയാ ഇത്തവണത്തെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ചേച്ചി, സാധനം വാങ്ങാൻ വന്നതാണോ? സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണോ? ഓണൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു. ഇവിടുന്നാണോ, പാളയത്തു നിന്നാണോ വാങ്ങാൻ? എല്ലാവരും ഇതാ നല്ല അടിപൊളിയായിട്ട് സാധനം വാങ്ങാനായിട്ട് വന്നല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെ അഭിജിത്ത്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കടയിലെ, ഒറ്റ ചോദ്യമാണ്, ഈ കടയിലൊക്കെ പോയി അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ വാങ്ങി സ്വന്തമായിട്ട് എന്തെങ്കിലും പാചകം ചെയ്ത എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പായസം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനോ പോട്ടെ, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനെങ്കിലും അറിയുമോ എന്ന് കൂടി അറിയണമല്ലോ. ഇഷ്ടം പോലെ സുജയ, ഇഷ്ടം പോലെ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ ഡെസ്കിൽ ഉണ്ടാവുമ്പോഴേ അവിടെ വീട്ടിൽ നിന്നിട്ടായിരുന്നു താമസമൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെയായിരുന്നു പാചകമൊക്കെ. നമ്മുടേതായ ഒരു വെച്ച് കഴിയുമ്പോൾ മാത്രമേ അത് ഏതാണ് വിഭവം എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ വെക്കാറുണ്ട് സാമ്പാറൊക്കെ. കഴിയുമ്പോൾ മനസ്സിലാവും ഏകദേശം എന്താണ് വിഭവം എന്നുള്ളത്. അതുകൊണ്ട് അതെ, അതിനുശേഷമായിരിക്കും പേരിടുക. അതെ 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 അതെ. ശരി, അങ്ങനെയാണെങ്കിൽ സാമ്പാറിന്റെ സാധനങ്ങളൊക്കെ ഷാബാസ്, നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാം. അടിപൊളിയായിട്ട് പോകും. ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നോണ്ടിരിക്കുക. എന്താ പേരെന്താ? നേത്ര. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? നല്ല ഗംഭീരമായിട്ട് പോകണം. ഇവിടെ പാളയത്ത് വന്നിട്ടാണ് അതെ, സൗകര്യമായിട്ട് വാങ്ങാൻ വേണ്ടി. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? റേറ്റ് ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല? വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകും. ഓണം തകർക്കും നമ്മൾ. തകർക്കും. എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്രാവശ്യം? റേറ്റ് ഒന്നും വലിയ പ്രശ്നം ഈ നാളത്തെ മറ്റന്നാൾ വില അറിയില്ല. ഇന്ന് വലിയ ഒന്നായില്ല. സാധാ വില ഇല്ല. അതേപോലെ വലിയ ഒന്നുമില്ല, സാധാ വില. സുജയ, ഇതിപ്പോ നമുക്ക് കാണാം ക്യാരറ്റും മുരിങ്ങാക്കോലും പാവയ്ക്കും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. പേര് പെട്ടെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും വലിയ വിലയില്ല എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്ന വാഴക്ക ഉണ്ടല്ലോ, അത് എന്തിനാ ഉപയോഗിക്കുന്നത്? പെടത്തൊന്നുമില്ല സുജയ. അഭിജിത്തെ, അവിടെ പച്ച വാഴക്ക ഇരിപ്പുണ്ട്. കറിയിൽ വാഴക്ക ഇടാം. എന്തിനൊക്കെ ഇടുന്നേ? വാഴക്ക വേണമെങ്കിൽ നമുക്ക് തോരൻ വെക്കാൻ വേണമെങ്കിൽ നമുക്ക് കൂട്ടുകറിയിൽ വാഴക്ക ഇടാം. പിന്നെ ഒരുവിധം നമ്മള് സാമ്പാറിൽ വേണേൽ വാഴക്ക ഇടാം, അവിയലിനിടാം. വേറെ ഏതിനൊക്കെ ഈ ചേച്ചി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു ഏതിനൊക്കെ നമ്മൾ സാമ്പാറിന്, ഉപ്പേരി, പിന്നെ ശർക്കര. ഇവർ അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുജ. ഞാൻ അഭിജിത്തിനെ സംശയിച്ചത് എന്റെ തെറ്റാണ്. അഭിജിത്തിന് ശരിക്കും കറിയൊക്കെ വെക്കാൻ അറിയാം, കറിക്ക് ഇടാനുള്ള സാധനങ്ങളും അറിയാം. കൊടുവള്ളി ഇവിടുന്ന് സുജയ, ഇതിപ്പോ ഇവിടെ കൊടുവള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ പാളയത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് വാങ്ങാനായിട്ട് വന്നാണോ? ഇത് വാങ്ങാനായിട്ട് വന്നു. മുട്ടായി തെരുവിലും വന്നു. മൊത്തം പർച്ചേസിംഗ് ആണ്. വൈബാണ് ഇപ്രാവശ്യം. അടിപൊളിയാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് പേരുണ്ട് സുജയ. എല്ലാവരും ഇപ്പം വൈബാക്കാൻ വേണ്ടി, ഓണം അടിപൊളിയാക്കാൻ വേണ്ടി വന്നതാണ്. ഏതായാലും ഇപ്രാവശ്യം ഓണം തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അമ്മേ പപ്പടമാണ് അല്ലേ? പപ്പടം വെക്കാൻ വന്നതാണ് അല്ലേ സുജയ? നമുക്ക് ഓണത്തിന് പപ്പടം ഇല്ലാതെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഒരു സദ്യ, ഇപ്പൊ ഒരു അമ്മ പപ്പടം വെക്കാൻ വേണ്ടി ഇതിലൂടെ ഇങ്ങനെ. എന്താ അമ്മ, എവിടുന്ന്? ഇത് പപ്പടം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പപ്പടം അല്ലേ? എത്ര പപ്പടത്തിന് വില? 50 റുപ്യ, 20 റുപ്യ. ഇത് ഓണത്തിന്റെ സമയത്താണോ അത് നമ്മൾ എപ്പോഴും ഉണ്ടോ? എപ്പോഴും ഉണ്ട് അല്ലേ? അങ്ങനെ അമ്മയുടെ പേരെങ്ങനെയാ? ജമീല. അങ്ങനെ ജമീലും സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നവർ അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാം. ഇപ്പോൾ അഭിജിത്ത് കാണിച്ചു തന്നത് നമ്മുടെ ഓണമാകുമ്പോൾ ഒരുപാട് പേർക്ക് വരുമാനം തുറക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഓണത്തിനാണ് എല്ലാ സാധനങ്ങളും ഒരുപോലെ ഇറങ്ങിയ ആളുകൾ വാങ്ങുന്നത്. ഇപ്പോൾ കായയെക്കുറിച്ച് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഒരുപാട് കറികളിൽ ഇടാം. അപ്പോൾ ഈ കുല കൊണ്ടുവന്ന് വെട്ടി ഈ സമയത്ത് വിൽക്കുന്ന ഓണ വിപണി ലക്ഷ്യമിട്ട് ഏത്തക്കുലയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട പച്ചക്കായയും അതൊക്കെ വിൽക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ കർഷകർക്കും വിപണി സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയം ഏതെന്ന് ചോദിച്ചാൽ അത് ഓണക്കാലമാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ലാഭം വരുന്നതും അതുപോലെ തന്നെ സന്തോഷം വരുന്നതുമായ ഒരു സമയം. അതാണ് ഓണത്തിന്റെ വിപണി.